ഹലോ, എല്ലാവർക്കും മഴയൂർ ഓർണമെൻ്റൽ ഫിഷ് ഫാം എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ കിട്ടുന്ന ഈ ചീപ്പസ്റ്റ് കൊട്ട ഉണ്ടല്ലോ, ഇത് ഫ്രൂട്ട്സിൻ്റെ കൊട്ട കേട്ടോ. നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കിട്ടുന്നൊരു സംഭവം. അവർ കളയുന്ന അല്ല വല്ലവരും ഇതേപോലെ എന്തെങ്കിലും ചെടി നടാനോ മൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊരു സംഭവം ഇതുപോലുള്ള കൊട്ടകൾ. അതായത് ഇതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ചീപ്പസ്റ്റ് കെപ്പി ടാങ്ക് ഉണ്ടാക്കാം. അപ്പോൾ നോക്കാം ഇതിൻ്റെ ഉള്ളളവ്. അതായത് ഈ നീളത്തിൻ്റെ ഈ കൊട്ടയുടെ ഈ നീളം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 45.5 സെൻറ്റിമീറ്ററാണ് ഇപ്പം വരുന്നത്. 45.5 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഈ വീതി വരുന്നത് 25.5 സെൻറ്റിമീറ്ററും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്കെടുക്കേണ്ട, ഈ ഷീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി കണക്കെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ ഒരു 14, അതുപോലെ തന്നെ ഈ ഭാഗം ഇവിടെ ഒരു 14, ഇവിടെ ഒരു 14, ഇവിടെ ഒരു 14. അപ്പോൾ നമുക്ക് ടോട്ടൽ കാൽക്കുലേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 45.5 പ്ലസ് 14, അതുപോലെ തന്നെ വീതി ഇവിടെ എഴുതിക്കേണ്ടത് വീതി ഓക്കെ 25.5 പ്ലസ് 14, ഈ ഭാഗത്തെ 14. അപ്പോൾ അതിൻ്റെ ഷീറ്റ് എങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്ത ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ വരും ഒരു ഷീറ്റ്. ഇപ്പം നമ്മുടെ ഈ അളവിൽ കട്ട് ചെയ്താൽ, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ടോട്ടൽ വീതി വരുന്നത് 54 സെൻറ്റിമീറ്ററാണ് വീതി. അതായത് 25.5 14 പ്ലസ് 14 ടോട്ടൽ വെച്ച് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ നീളം വരുന്നത് 74 സെൻറ്റിമീറ്റർ, 73 സെൻറ്റിമീറ്റർ, അതായത് പ്ലസ് 14 എന്നുള്ളതിൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പം വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടേണ്ടതെന്ന് വെച്ചിട്ട് ഞാനിതൊക്കെ ആദ്യം കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് ഓരോ ഷീറ്റ് വെച്ചിട്ട് ഇതാക്കിയത് കേട്ടോ. അപ്പോൾ ഒരു സാൻഡ് പാക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു 4 കൊട്ട ഉണ്ടെങ്കിൽ ഒരു സാൻഡ് പാക്ക് ഷീറ്റ് കട്ടിയുള്ളതിന് 120 രൂപ വരുന്നത്. അപ്പം 4 ടാങ്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് 14 സെൻറ്റിമീറ്റർ ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് വരഞ്ഞ് വെച്ചത്. അതേപോലെ തന്നെ അതിൻ്റെ നീളവും ഇതുപോലെ എന്ത് ചെയ്യണം, 4 ഭാഗവും ഇതേപോലെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ കോണ വരുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് ഒരു സ്കെയിലോ, ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, കറക്റ്റ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 4 ഭാഗവും ആ ലൈന് കറക്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇതേപോലെ കറക്റ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഉണ്ടാവും. ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഭാഗം ഇതേപോലെ ഫോൾഡ് ചെയ്യാം. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇതേപോലുള്ളൊരു സ്കെയിലോ എന്ന് വെച്ചിട്ട് ഈ എൻഡ് മുതൽ ഈ ഇവിടം വരെ വെക്കുക. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫോൾഡ് ചെയ്തിട്ട് അടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക. ജസ്റ്റ് നമ്മുടെ വീതി വരുന്നുണ്ടല്ലോ, ആ ഭാഗത്തേക്കാണ് ഈ ഫോൾഡ് വരേണ്ടത് കേട്ടോ. ഈ ഫോൾഡ് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും, നമ്മുടെ ലേഡീസൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ സ്ലൈഡ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ കേബിൾ ടൈ പോലുള്ളതും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സ്ലൈഡാണ്. ഓക്കെ, ഇതുപോലുള്ള സ്ലൈഡ് ഉണ്ടാവും ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെങ്ങനെ ചീപ്പായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയുള്ള ടാങ്കിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ: ഒന്നാമത് സ്ഥലം നല്ലതായിട്ട് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ വരും. ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഹുക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഹുക്ക് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം. പക്ഷേങ്കിൽ അതിൻ്റെ ഉള്ളിൽ 4 ഭാഗം കറക്റ്റ് ഫില്ലായി നിൽക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്ട്രോങ് ആവും. ഓക്കെ, ഇതേപോലെ വരും. ഉണ്ടോ, വെരി ചീപ്പായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവം ഇത്. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെ കൊട്ടയിൽ വെക്കുന്നതെന്ന് കൂടിയും കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊട്ടൻ്റെ കൂടെ ഇതുപോലൊരു സ്പോഞ്ച് വരും. അത് നിങ്ങൾ ഒരിക്കലും കളയാൻ പാടില്ല കേട്ടോ. ഈ സ്പോഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വെള്ളത്തിൻ്റെ ഇതൊക്കെ വരുന്ന സമയത്ത് അടിയിലെന്തെങ്കിലും മറ്റേ എന്തെങ്കിലും കീറിപ്പോകാൻ ചാൻസ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ അതൊരു സേഫ്റ്റി ആയിരിക്കും. ഓക്കെ,
എന്നിട്ട് പയ്യെ ഇതാ ഇതുപോലെ അങ്ങ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇതേപോലെ പയ്യെ എന്ത് ചെയ്യുക, ഇറക്കി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, നല്ല നീറ്റായിട്ട് അവിടെ വന്നോളൂ. ഓക്കെ, അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സൈഡിലൊക്കെ ഈ ഹോള് കണ്ട, അതെ ഇവിടെയൊക്കെ ഈ ഹോളുണ്ടാവും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മറ്റേ ഈ ചെറിയ കയറിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്നില്ല ഈ പപ്പടം കുത്തിനെ പോലുള്ള എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് ജസ്റ്റ് ഇവിടെ അങ്ങ് കെട്ടി കൊടുക്കുക. ഈ 2 ഭാഗം 2 ഭാഗം വീതിൻ്റെ ഭാഗം വരുന്നത്. ഓക്കെ, ഈ ലെങ്ത്തിൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നം വരത്തില്ല. ഓക്കെ, നിങ്ങൾ ഈ 4 ഭാഗം കെട്ടിയാൽ തന്നെ ഈ ടാങ്ക് എന്തായി നല്ല കണ്ടീഷനായിട്ട് അവിടെ വന്നോളൂ. അപ്പോൾ എന്താ ഈ ഹോളിലേക്ക് ഇതുപോലുള്ള വല്ല ചെറിയ കമ്പി കഷ്ണമോ പപ്പടം കുത്തിയോ എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ പയ്യെ കുറച്ച് മുകളിലായിരുന്നു വരേണ്ടത് ഒറ്റക്കയനം കൊണ്ട്. ഓക്കെ, പയ്യെ ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെറിയ കഷ്ണം റോപ്പോ ഞാനിപ്പം താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള വീട്ടിലൊക്കെ മറ്റേ ഇതൊക്കെ ചെറിയ കയറുണ്ടല്ലോ, നേരിയ കയറോ തുണിയോ കേബിൾ ടൈയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഇവിടെ അങ്ങ് കെട്ടുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കെട്ടുക. ഇതിപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ് കെട്ടി അത് കട്ട് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയാ മറ്റേ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് അറ്റൊന്ന് ഉരുക്കി കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ആക്കി വെച്ച് കൊടുത്താൽ അപ്പം നല്ല വൃത്തിയിട്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ബാക്കിയുള്ള 3 കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഫിഷിന് കിട്ടുന്ന വീഡിയോ ഒക്കെ ഇതിലിപ്പോൾ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. അവസാനം 4 ടാങ്കാണ് ഇപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ അതിൽ ഇതുപോലെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വെള്ളം ഇതുപോലെ ഒഴിച്ച് വെക്കുക. എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും. ഓക്കെ, അതിനുശേഷം അതിൽ ഫിഷ് ഇടുന്ന വീഡിയോ കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ അവസാനം ഫിഷിനിട്ട് ഇതിപ്പോൾ എൻ്റെ ഒരു ട്രയോ മജന്ത ടൈഗറാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ബ്രീഡിങ് കേജൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാം. ഒരു പേർ ഇതേപോലെ ട്രയോ ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല അടിപൊളി ടാങ്ക് ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇപ്പം കുട്ടികൾ ഇനി സ്കൂളൊക്കെ പൂട്ടാൻ പോകുന്നല്ലേ, അപ്പോൾ ചീപ്പായിട്ട് ടാങ്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇത് നമ്മുടെ ഒരു പെയർ ഫുൾ റെഡിൻ്റെ ഡംബാണത്. ഓക്കെ, അത് ഏകദേശം ഒരു ബ്രീഡിങ്ങിന് ടൈം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ കേജ് വെച്ചിട്ട് ഇതൊക്കെ. അല്ലാതെ ഇതേപോലെയും നിങ്ങൾക്ക് വിടാം. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പെട്ടെന്ന് ക്ലിയറാക്കി അതൊക്കെ കച്ചറൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റേജൊക്കെ പെട്ടെന്ന് ക്ലിയറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ബേസൊക്കെ ആണെങ്കിൽ നിങ്ങൾ വലിയൊരു സ്പേസ് ഒന്നും ഈ ഒരു 3 ഫിഷിനും അല്ലെ ഒരു പെയർ മറ്റേ ഫിഷൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പേസ് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതേപോലുള്ള ചീപ്പസ്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ ഈ കൊട്ട ഉപയോഗിച്ച് ഇതുപോലെ ഒരു സാൻഡ് പാക്ക് ഷീറ്റോ അല്ലെങ്കിൽ ഈ ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സാധാ കട്ട് ചെയ്ത് മുറിച്ചെടുക്കുന്ന ഷീറ്റൊക്കെ അവൈലബിൾ ആണ് ഇതിലും ചീപ്പായിട്ട്. അങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, അഴിയൂർ ഓർണമെൻ്റൽ ഫിഷ് ഫാം എന്ന ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.